പ്രിയമുള്ളവരെ, ഈ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ മതേതര കുടുംബജീവിതത്തിൻ്റെ സാമൂഹിക പ്രസക്തി എന്ന വിഷയത്തിലൂന്നിയുള്ള ഒരു അവതരണമാണ് നടക്കുന്നത്. നമുക്കറിയാം, സാമൂഹ്യ ജീവിതം എന്നുള്ളത് പലതരം സദാചാര ബോധങ്ങളുടെ ഒരു ബന്ധനം കൂടിയാണ്. ഇപ്പം നമുക്കിങ്ങനെ പറയാറുണ്ട്, ഇൻ അവർ സൊസൈറ്റി the opposite word of courage is not cowardice, it is accomplice. അതായത് സാമൂഹ്യ ജീവിതത്തിൽ ധൈര്യം എന്നുള്ള വാക്കിൻ്റെ ഓപ്പോസിറ്റ് വാക്ക്, വിപരീത ശബ്ദം ധീരത്വമല്ല, അത് അനുസരണയാണ് അല്ലെങ്കിൽ ഒത്തുപോകലാണ് എന്നാണ് ഇത് പറയുന്നത്. പലതരം ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്തവരുടെ ഒത്തുപോകുന്ന ഒരു അവസ്ഥയാണ് സാമൂഹ്യ ജീവിതം സാധ്യമാകുന്നത്. എന്നാൽ ഈ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറായി ജീവിതം തുടങ്ങുന്ന ആളുകളാണ് പല മതേതര കുടുംബങ്ങൾ. അപ്പോൾ നമുക്ക് അവരുടെ നിത്യജീവിതത്തിലെയും സാമൂഹ്യ ജീവിതത്തിലെയും മറ്റുമുള്ള അനുഭവങ്ങൾ, അതുപോലെ അവരുടെ പോരാട്ടങ്ങൾ എന്നിവയെക്കുറിച്ച്, വെല്ലുവിളികൾ, അവർ നേരിട്ട വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ വളരെയധികം താല്പര്യമുണ്ടാകും. അപ്പോൾ അതിനായി നമുക്ക് പലതരത്തിലുള്ള പല തട്ടുകളിൽ നിന്നുള്ള ദമ്പതികൾ, ജീവിത പങ്കാളികളൂടെ ഉണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. ആദ്യമായി ഞാൻ പ്രദീപ് സാറിനെയാണ് സംസാരിക്കാനാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാൻ ഈ പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ കണ്ണനെ വിളിച്ചിരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആസൂത്രണമെന്ന് എനിക്ക് നല്ല രൂപമില്ലായിരുന്നു. അത് വരട്ടെ, അവിടെ വരുമ്പോൾ നമുക്കെല്ലാം ശരിയാക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റ് പ്രശ്നങ്ങളൊന്നും അല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിവാഹ ജീവിതം 33 വർഷം കഴിയുന്നു. അതിനും ഒരു 5-6 വർഷം മുമ്പ് തന്നെ ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. ഒരു സാമൂഹിക ജീവിതത്തിൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ യുക്തിവാദം ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ദൃഢതയാണ്. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ശരിയെന്ന് വിശ്വസിക്കുന്ന ആശയങ്ങളിലുള്ള ദൃഢത. അത് ഉണ്ട് എങ്കിൽ സാമൂഹികമായ പ്രശ്നങ്ങളിൽ നമുക്കും ഇടപെടാൻ കഴിയും. നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ സമൂഹം കാര്യമായി എതിർ നിൽക്കുകയുമില്ല. അതാണ് എൻ്റെ അനുഭവം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഈ ആശയങ്ങളുടെ ആദ്യത്തെ ഒരു സ്ഫുലിംഗം കിട്ടുന്നത്. അന്ന് കമലേശ്വരം സ്കൂളിൽ പഠിക്കുന്ന കാലം. അന്ന് മാധവൻ സാർ എന്ന് പറഞ്ഞൊരു അന്നൊരു അധ്യാപകനുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം വളരെ നിശിതമായി മതത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ക്ലാസ്സുകളുടെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കും. അന്ന് ഞാനൊരു വിശ്വാസി തന്നെ ആയിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞ അതിനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യവും അന്ന് എനിക്കുണ്ടായി. പക്ഷെ അത് പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിനുള്ള തുടക്കമായി. തുടർന്ന് ഈ പറഞ്ഞതുപോലെ പഠിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടി. വീട്ടിൽ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റാണ്. അങ്ങനെ ആ പശ്ചാത്തലം അതൊക്കെ കൊണ്ട് ഞാൻ വീണ്ടും പതുക്കെ യുക്തിവാദമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, നിരീശ്വരവാദത്തിലേക്ക് കടന്നു വരികയാണ്. യുക്തിവാദം എന്നുള്ള പേരൊക്കെ പിന്നീടാണ് മനസ്സിലാക്കാൻ തുടങ്ങിയതും എന്താണ് യുക്തി, അല്ലെങ്കിൽ യുക്തിപരമായ ചിന്തയും യുക്തിപരമായ ജീവിതവും എന്ത് എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാക്കി തുടങ്ങിയത്. ആദ്യകാലത്ത് കേൾവിക്കാരനായി ആദ്യം നമ്മൾ യുക്തിവാദി സംഘത്തിൻ്റെ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്ന വേദി സ്റ്റുഡൻറ്റ് സെൻ്ററാണ്. അന്ന് ഏറ്റവും കുറഞ്ഞ 25 രൂപ നിരക്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഹാളാണ് ഇതിൻ്റെ മുകളിലും. അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം ഇവിടെ തന്നെയായിരുന്നു. തുടർന്ന് കുറേ കാലത്തിന് ശേഷം, വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ സംഘടനയിൽ അംഗം പിന്നെ ആവുന്നത്. പിന്നെ തുടർച്ചയായി സംഘടനയുടെ പല മേഖലകളിൽ വർക്ക് ചെയ്തു. ഇപ്പോഴും അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്നു.
കുടുംബജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വിവാഹമായാലും ശരി തന്നെ, കുട്ടികളുടെ പ്രശ്നങ്ങളായാലും ശരി, അവിടെയെല്ലാം നമുക്ക് ഈ പറഞ്ഞതുപോലെ വളരെയധികം വൈതരണികളുണ്ട്. ഒരു മരണമുണ്ടാകുമ്പോൾ, ഒരു വിവാഹമുണ്ടാകുമ്പോൾ ഒക്കെ ധാരാളം വൈതരണികൾ. അവയൊക്കെ നേരിടാൻ പറ്റുന്ന നിലയിലുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ മനസ്സിനെ പരിമപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. അത്തരം കാര്യങ്ങളെല്ലാം കൂടുതൽ ഞാൻ വിശദീകരിച്ച് പോകുന്നില്ല, കാരണം ഒന്ന് സമയക്കുറവ്, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കണം. ഞാൻ അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. തൽക്കാലം ഇവിടെ നിർത്തുന്നു, പിന്നീട് ബാക്കി സംസാരിക്കും. നമുക്ക് ഈ കസേരയുടെ ക്രമം പാലിച്ചു പോവാം. അപ്പോൾ അടുത്ത രേണുക ടീച്ചറിൻ്റെ ഒരു നിലപാട്. ഹലോ, ഞാൻ യുക്തിവാദി ആകുന്നത് എപ്പോഴെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു 3-4 സ്റ്റാൻഡേർഡിലായിരുന്നപ്പോൾ മുതലേ ക്ഷേത്രവിരോധിയായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരും ക്ഷേത്രത്തിലധികം പോകുന്നവരും ആയിരുന്നില്ല. കാരണം അവരെല്ലാവരും സാധാരണക്കാരാണ്. വീട്ടിൽ പശു, അത് ആട് മുതലായവയൊക്കെ ഉണ്ട്. അവരുടെ വീട്ടുകാര്യങ്ങൾ നോക്കാനേ നേരമുള്ളൂ. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലുള്ള അമ്മയാണ് എൻ്റെ അമ്മ. അപ്പോൾ ഈ സിറ്റിയിൽ താമസിക്കുന്ന സമയത്താണ് ഈ ആളുകളെല്ലാം ക്ഷേത്രത്തിലേക്ക് ഓടുന്നത്. ഞങ്ങളിവിടെയും ആൾക്കാരെല്ലാം ഉണ്ട്. ചേച്ചിമാരെല്ലാം നമ്മളെ ക്ഷേത്രത്തിൽ പോകാൻ വിളിക്കും. നിർമ്മാല്യം തൊഴാൻ പോകണമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ കൂടെ ഇവരെ കൂട്ടായിട്ട് പോകും. പല ക്ഷേത്രങ്ങളും ഈ വെളുപ്പാങ്കാലത്തെ ഈ ക്ഷേത്രങ്ങളിൽ പോകുന്ന ചേച്ചിമാർക്ക് ചിലപ്പോൾ ചില ചേട്ടന്മാരെ കാണാനുള്ള ആവേശമുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കും. പലപ്പോഴും പൊങ്കാലയ്ക്ക് പോയപ്പോഴും ആ ചേച്ചിമാരെല്ലാം മാറി നിന്ന് സംസാരിക്കാനും, അതാണ് ആ ക്ഷേത്രത്തിൻ്റെ ഭാഗമെന്ന് വെച്ചാൽ. 4ാം ക്ലാസ്സായി. പിന്നെ ഞങ്ങൾക്ക് ചുറ്റും ഒരു വീടാണെങ്കിലും ഒരു 2-3 സെൻറ്റിനകത്തുള്ള വീടിനകത്ത് ഒരു 3 പ്രതിക്കാരാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ക്ഷേത്ര വിശ്വാസികളെ. ക്ഷേത്രം കൊള്ളാം. ചില സമയങ്ങളിൽ പൊരി, പഴം, പായസം എല്ലാം കിട്ടും. നമ്മൾ കുഞ്ഞുങ്ങൾ തൃപ്തരാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു ഞാൻ കൂടുതൽ വായിക്കാൻ തുടങ്ങി. അവിട്ടന്നിരുന്നാൾ ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങളായിരുന്നു എന്നെ വായിക്കാൻ പ്രേരിപ്പിച്ചത്. കൂടുതൽ സാധാരണക്കാരിയാണ്. പഠിക്കണം, പഠിച്ച് ഒരു ഉയരത്തിലെത്തണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിൽ തന്നെ ആദ്യത്തെ ഉദ്യോഗസ്ഥയാണ് ഞാൻ. കാരണം എനിക്കറിയാം ഞാൻ പഠിച്ച് ഞാൻ ജോലി വാങ്ങും. 3 PSC എഴുതി 3 കിട്ടിയ ആളാണ് ഞാൻ. തിരുവനന്തപുരം, ആദ്യം മലപ്പുറം, പിന്നെ തിരുവനന്തപുരം, പിന്നെ കോട്ടയം കിട്ടി. അപ്പോൾ പോവേണ്ടി വന്നില്ല. 3 PSC. അപ്പം അങ്ങനെ ഉന്നതങ്ങളിൽ എത്തണമെന്ന് മാത്രം ചിന്തിച്ച, ജാതീയത പറയണമെങ്കിൽ, ഇപ്പം മതം പറയണമെങ്കിൽ ജാതി വാലുള്ള അച്ഛൻ്റെ മോളാണ് ഞാൻ. നിങ്ങളൊക്കെ പറയുന്ന നായർ എന്ന് പറയുന്ന വാലുള്ള അച്ഛൻ്റെ, ആ വാൽ എൻ്റെ അച്ഛൻ വെട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് ജാതിയോ മതമോ ഒന്നും വലിയ ഇഷ്ടമുള്ള കാര്യവുമല്ല. ഏത് ജാതിക്കാരെന്നും ഞാൻ നോക്കാറില്ല. ഭക്ഷണം എനിക്ക് എവിടെ ചെല്ലുമ്പോൾ കിട്ടുമോ, അവിടെ എത്ര വൃത്തിയുണ്ടോ അവിടെ ഞാൻ ആഹാരം കഴിക്കും. പിന്നെ സദാചാരം, എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്ന, ഞാൻ അധ്യാപികയാണ്. ഞാൻ മര്യാദയ്ക്കിരുന്നാൽ മാത്രമേ എൻ്റെ വിദ്യാർത്ഥികളും എന്നെ സ്നേഹിക്കൂ. എൻ്റെ പ്രവർത്തനങ്ങൾ. ടീച്ചർ ഒരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങളുടെ കുട്ടികൾ യുക്തിവാദികളാണോ, നിരീശ്വരവാദികളാണോ? അവർ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ടോ, അതോ നിങ്ങളുടെ പറയാൻ കാര്യം പറഞ്ഞു വരികയല്ലേ? പിന്നെ അപ്പോൾ അച്ഛൻ, അപ്പോൾ ഞാൻ ജാതി നോക്കുന്നില്ല, ഞാൻ മതം നോക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഞാൻ ജോലി ആകുന്നതിന് മുമ്പ് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹം ഞാനിങ്ങനെ പോകുമ്പോഴത്തേക്കും നല്ല ഇതായിട്ടൊക്കെ, ഞാൻ എന്താ ക്ഷേത്രവിരോധിയാണ് എങ്കിൽ പിന്നെ ക്ഷേത്രവിരോധിയാണെങ്കിൽ നിനക്ക് നിരീശ്വരവാദി ആയിക്കൂടെ, എന്നെ കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് പേടിയാണ്, പ്രേമിക്കാൻ തന്നെ പേടിയാണ്, വീട്ടുകാരെ പേടിയാണ്. അപ്പം അങ്ങനെയുള്ള കാലത്ത് ഏതായാലും എന്തോ അന്നത്തെ യൗവന കാലഘട്ടമല്ലേ, പ്രേമിക്കാൻ ഒരാളെ കിട്ടിയാൽ പ്രേമിക്കുമെന്നാണ്. 8 വർഷം. അത് കഴിഞ്ഞ് ഞാൻ മലപ്പുറത്ത് ജോലി കിട്ടി പോകുന്നു. 3-4 വർഷം കഴിഞ്ഞ് പോകുന്നു. അപ്പോഴും നമ്മളെങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ എൻ്റെ വീട്ടുകാരോട് ചെന്ന് കല്യാണം ആലോചിക്കണം. 2 കൊല്ലം മുമ്പ് ഇവരുടെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടും വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കാൻ വന്നപ്പോഴേക്കും അച്ഛൻ പറയും, എനിക്ക് അത്ര ദരിദ്രരാണ്, ശരിയാണ്, പക്ഷേ ധാർമ്മികത വിട്ടുക പറ്റൂല, ധർമ്മ കല്യാണം നടത്താൻ പറ്റൂല, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
അച്ഛനും അപ്പം പറഞ്ഞു ഒരു താലിയെങ്കിലും കെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു താലി കെട്ടണമെങ്കിൽ ഇവരുടെ അച്ഛൻ പറഞ്ഞു താലി കെട്ടണമെങ്കിൽ ഞാൻ പ്രദീപിനും ഒരു താലി വാങ്ങിച്ചു കൊടുക്കും, ദേണുകയ്ക്കും ഒരു താലി വാങ്ങിച്ചു കൊടുക്കും, രണ്ടുപേരും പരസ്പരം താലി കെട്ടണമെങ്കിൽ മാത്രം കെട്ടിയാൽ മതിയെന്നു. അപ്പോൾ അച്ഛൻ അങ്ങനെ വിട്ടുവീഴ്ചയായി ശരി താലിയൊന്നും വേണ്ട ചോദിക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞതോടെ അച്ഛന് മനസ്സിലായി, അച്ഛൻ്റെ അതിന് മുമ്പുള്ള പല ശേഷാറിയമാരുടെ കല്യാണം എൻ്റെ അനിയത്തി ഇതാണ് നല്ല കല്യാണം. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം 1991 ജനുവരി 23 ഞങ്ങൾ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടേതായ കുടുംബമുണ്ട്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നു മക്കളെ 28 വേണ്ട, ചോറൂണ് വേണ്ട, കുട്ടികൾക്ക് ജാതി മതം വയ്ക്കണ്ട എന്നൊക്കെ തീരുമാനിച്ച് തന്നെ നമ്മൾ കുട്ടികൾക്ക് രണ്ടുപേർക്കും ജാതി വെച്ചു. പക്ഷെ സ്കൂളിൽ ചെന്നപ്പോഴേക്കും ഓരോരുത്തർ ചോദിച്ചു എന്തെങ്കിലും ഒരു ജാതി കാണുമല്ലോ. അപ്പോൾ എൻ്റെ മക്കൾ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കും അമ്മേ നമ്മൾ എന്തോ ജാതി ഉണ്ടാവുമോ എന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞു നമുക്ക് ജാതിയൊന്നുമില്ല, നമ്മൾ മനുഷ്യജാതിയിൽപ്പെട്ടാണ്. ആ രണ്ട് മക്കളെയും ജാതി മതവും ചേർക്കാതെ സർട്ടിഫിക്കറ്റിൽ നോട്ട് സ്റ്റേറ്റഡ് നിൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി തന്നെയാണ് ഇതുവരെ ജീവിച്ചത്. പിന്നെ വരുന്നത് എപ്പോഴാണ് വിവാഹമാകുമ്പം ഇദ്ദേഹത്തിന് ഏറ്റവും നന്നായി മതമില്ലാത്ത ഒരു കല്യാണം തന്നെ വേണം എന്നുള്ള ഇതിൽ മക്കളെ ഇഷ്ടമൊന്നും അപ്പം നോക്കുകയൊന്നുമില്ല, നമ്മൾ കല്യാണം കഴിപ്പിച്ചു. പക്ഷെ രണ്ട് വീട്ടുകാരും ഇപ്പോഴുള്ള എൻ്റെ മക്കളും മരുമകളും ഒക്കെ വിശ്വാസിയായ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഇപ്പോഴും അവർക്ക് വിളക്ക് വയ്ക്കണമെന്നോ ജാതി വേണമെന്നോ അവർക്ക് ജാതിയാണ്. ഇനി അവരുടെ കുട്ടികളെ ജാതി വേണ്ടാതെ വയ്ക്കണമോ എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. ഇപ്പോഴുള്ള ജീവിതം നമ്മൾ അത്രയും മതമില്ലാത്ത ഒരു ജീവനെ കൊണ്ട് തന്നെ ജീവിക്കുന്നു. എൻ്റെ വീട് കോഴിക്കോടാണ്. ഞാൻ +1 പഠിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനെ കാണുന്നത്. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ഒരു ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വെച്ചാണ് ഞാൻ കാണുന്നത്. അങ്ങനെ +1 +2 ഒക്കെ കഴിഞ്ഞ് എന്നിട്ടും ആ ബന്ധം അങ്ങനെ തുടർന്ന് പോരുകയായിരുന്നു. പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ വിശ്വാസമുള്ള കൂട്ടത്തിലായിരുന്നു. ഞാനും അങ്ങനെ ഒരു ചെറിയ രീതിയിൽ അതിനനുസരിച്ചങ്ങ് പോകുന്ന ആളാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ യുക്തിവാദം അതൊക്കെ കണ്ടതും കേട്ടതും. പിന്നെ അന്ന് മുതൽ എന്നെ ഇവിടെ KYS അന്ന് KYS ആയിരുന്നുള്ളത്. അവിടെ കൊണ്ട് ഇതൊക്കെ എടുത്ത് മെമ്പർഷിപ്പൊക്കെ എടുത്ത് അങ്ങനെ ഇതുവരെ ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു വന്ന്. ഞങ്ങൾക്കൊരു മോനുണ്ട്, അവൻ്റെ പേര് യുക്തി എന്നാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ വേറെ ഒരു പ്രശ്നമൊന്നും ഉള്ളതായിട്ടില്ല. അപ്പോൾ ഈ പ്രഭാ മാഡത്തിന് ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട രീതിയിൽ വന്നതാണോ ഇത് പ്രണയത്തിന്റെ ഭാഗമായിട്ട് വന്നതാണോ അല്ല അതോ മറ്റൊരു ചോയ്സ് തന്നെയായിരുന്നോ? ഇപ്പൊ അന്നെടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും കുറ്റബോധം എന്തെങ്കിലും തോന്നാറുണ്ടോ? രേണുക ടീച്ചറിനെ പോലെ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് പ്രഭയ്ക്ക് അത്ര കഴിയില്ല. അതുകൊണ്ട് ബാക്കി ഞാൻ പറയാം. ഒരു 18 വയസ്സായപ്പോഴേക്കും എൻ്റെ ചുറ്റുപാടും വായനയും യുക്തിയും എല്ലാം കൂടി ഞാൻ ഏതാണ്ട് ഒരു യുക്തിവാദിയായി തീർന്നു. ഒരു യുക്തിവാദിയായി തീർന്നത് കൊണ്ട് തന്നെ ഈ സമൂഹത്തിലും ഒരു മാറ്റം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ അപ്പോഴേ ബോധവാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ മതേതര ജീവിതം അത് സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കും എന്നുള്ള ഒരു ധാരണയാണ് എനിക്കുണ്ടായിരുന്നത്. അത് തെറ്റുമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു വിവാഹം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 38 വർഷമായി. അന്ന് അതിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്ര പ്രസക്തി ഈ സമൂഹത്തിലില്ല. കാരണം അന്ന് മിശ്രഭാഗം എന്ന് പറയുന്നത് വളരെ അപൂർവമായിരുന്നു. ഇന്നിപ്പോൾ അറേഞ്ച് മാരേജ് തന്നെ പലതും മിശ്രഭാഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ ഈ മതേതര മതേതരമല്ല, ഇങ്ങനെ മതേതരമാണ്. പക്ഷെ അവർക്ക് മതമുണ്ട്. കുട്ടികളുണ്ടെങ്കിൽ അവരെ മതം ഏതാണോ അതിലൊക്കെ ചേർത്താണ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്ത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മതേതര കുടുംബ ജീവിതം വേണമെന്ന് ആഗ്രഹിച്ച് ആ രീതിയിൽ തന്നെ നടന്നു വരികയും ചെയ്തു. 18 വയസ്സിൽ യുക്തിവാദിയായി. ഒരു 24 വയസ്സിലാണ് പ്രഭയെ കാണുന്നത്. എൻ്റെ ഇവിടെ തിരുവനന്തപുരമാണ്. കോഴിക്കോട് വെച്ചിട്ട് പരിചയപ്പെടുകയും പിന്നെ താല്പര്യം തോന്നി. എൻ്റെ പേരിൽ അത്രയ്ക്കുള്ള പ്രായമായില്ല എങ്കിലും ഞാൻ ഇങ്ങനെ യുക്തിവാദിയാണ് നിരീശ്വരവാദിയാണെന്ന് ഉള്ള വിവരങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് പ്രഭയ്ക്ക് ഓർമ്മയില്ലായിരിക്കാം,
പ്രഭയുടെ പിന്നെ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഇങ്ങനെ യുക്തിവാദിയാണ്, നിരീശ്വരവാദമൊക്കെ പറയാറുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് അല്ല ആദ്യമായിട്ട് കേൾക്കുന്നത്, ആ അധ്യാപകൻ പറഞ്ഞ് എന്നെ കേട്ടിരുന്നു. അദ്ദേഹത്തിന് ഓർമ്മയില്ല, എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് പറഞ്ഞപ്പോൾ കൂടുതൽ മനസ്സിന് പ്രയാസം തോന്നിയില്ല, എങ്ങനെ നിരീശ്വരവാദി എന്ന് പറഞ്ഞപ്പോഴേക്കും. അത് തുടർന്ന് അവിടെ ഞാൻ പിന്നെ കുറച്ച് നാളേ ഉണ്ടായിരുന്നുള്ളൂ, 1 വർഷത്തോളം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഇവിടെ തിരുവനന്തപുരത്ത് പോന്നു. എന്നിട്ടും 3-4 വർഷം ബന്ധം തുടർന്നു. അതിനുശേഷം 5 വർഷത്തിന് ശേഷം വിവാഹം കഴിച്ചെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലാണെങ്കിൽ ഈ 18 വയസ്സ് മുതൽ തന്നെ അവരെ ഞാൻ ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒരു മിശ്രവിവാഹം കഴിക്കുകയുള്ളൂ എന്നുള്ളത് എപ്പോഴും പറയും, ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് വീട്ടുകാർക്ക് അത്ര പരാതിയൊന്നുമില്ല. വേറൊരു ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നതോ ഇഷ്ടപ്പെട്ട ഒരു കുട്ടി വിവാഹം കഴിക്കുന്നതോ ഒരു പരാതിയായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രഭയുടെ വീട്ടുകാരെ ആരും ബോധവൽക്കരിച്ചിട്ടില്ലാത്തത് കൊണ്ട്, എനിക്കൊന്ന് ബോധവൽക്കരിക്കാൻ പറ്റാത്തതും കൊണ്ട് അവിടുന്ന് ഒളിച്ച് പോരേണ്ടി വന്നു. ഒരു രാത്രി ഒരു ആഗസ്റ്റ് 15 രാത്രി ഇവിടുന്ന് പോരേണ്ടി വന്നു. പോന്നിട്ട് ഇവിടുന്ന് നേരെ വീട്ടിൽ കൊണ്ട് പോയില്ല. പിന്നെ ഇപ്പോൾ പ്രത്യേകം ഓർമ്മിക്കുന്നു, സോളി ഇടമറുക അന്ന് ഇവിടെ മലയത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. ഇടമറുകൻ്റെ ഭാര്യ സോളി ഇടമറുക. അവരൊക്കെ ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യം കൊണ്ടുപോയത്. അവിടെ നിർത്തിയിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ പേരിൽ തന്നെ അന്ന് തന്നെ രാത്രി പിന്നെ പ്രഭയുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തി പിന്നെ ഈ സോളിയുടെ മുറിയുടെ അടുത്ത് വന്ന് കണ്ടെല്ലാമൊക്കെ സംസാരിച്ച് ഒരു സോഷ്യൽ മാരേജ് നടത്താമെന്നുള്ള ഇതിൽ അവർ തിരിച്ചുപോയി. പിന്നെ 20 ദിവസം കഴിഞ്ഞിട്ടാണ് സോഷ്യൽ മാരേജ് നടത്തിയത് VJT ഹാളിൽ വെച്ച്. ഇന്നത്തെ അയ്യങ്കാളി ഹാളിൽ വെച്ചായിരുന്നു വിവാഹം. ഇടമറുക സാറും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു വിവാഹമായിരുന്നു. ഒരു യുക്തിവാദിക്ക് പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു സുനിശ്ചിതമായ തീരുമാനവും അത് നടപ്പിലാക്കാനുള്ള ധൈര്യവും ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. എനിക്കങ്ങനെയായിരുന്നു, മറ്റുള്ള യുക്തിവാദികൾക്കും അങ്ങനെ തന്നെയായിരിക്കും. ഇത് പലപ്പോഴും നടക്കാത്തത് യുക്തിവാദികളല്ലാത്ത പലർക്കുമാണ് ധൈര്യപൂർവ്വം നടപ്പിലാക്കാൻ പറ്റാത്തത്. അതാണ് അങ്ങനെയുള്ളവരെയാണ് പിന്നെ അവരെ കൊല്ലുകയും അവരെ പിടിച്ചുകൊണ്ട് പോവുകയും വീട്ടുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് നേരിടാനുള്ള പ്രായോഗികമായ ഇത് കാര്യങ്ങൾ അറിയാമായിരിക്കും, വിവാഹം കഴിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാമായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. എൻ്റെ ധൈര്യത്തിൽ പ്രഭയ്ക്കും ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പിന്നെ കുടുംബജീവിതത്തിലും ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മോനാണുള്ളത്. അതും സർട്ടിഫിക്കറ്റിലെ ജാതി മതം ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ അവൻ്റെ വിവാഹവും അവൻ്റെ ഇഷ്ടത്തിനായിരുന്നു. അവൻ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ വിവാഹം കഴിച്ചു. പക്ഷേ ആ കുട്ടി യുക്തിവാദിയൊന്നുമല്ല, വിശ്വാസിയാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ പറയാം പിന്നീട്. നമ്മളിപ്പോൾ സീനിയറായിട്ടുള്ള 2 കപ്പിൾസിനെയാണ് നമ്മൾ ശ്രമിച്ചത്. പ്രദീപ് സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. തിരുവനന്തപുരത്തുകാർക്ക് യുക്തിവാദ സംഘത്തിൻ്റെ ഒരു പോർമുഖം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രതിഷേധങ്ങളും ധർണകളും തിരുവനന്തപുരത്ത് ഉള്ളവർക്ക് പ്രത്യേകിച്ച് കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു മുഖവര ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ പ്രസന്നരാജ് സാർ, അദ്ദേഹം വളരെ ശ്രദ്ധേയനായിട്ടുള്ള ആക്ടിവിസ്റ്റാണ്. പല സംഘടനകളും അദ്ദേഹം സജീവമാണ്. യുക്തിവാദ സംഘടനകളിൽ പലതിലും അദ്ദേഹം വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി നമ്മളൊരു പുതിയ തലമുറ കപ്പിൾസിലേക്ക് പോകാം. പിന്നെ അഭിൻ ജി, അശോക്, അശ്വതി, നിങ്ങളുടെ അഭിപ്രായം, അശ്വിനി നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ അനുഭവിച്ച അത്രത്തോളം ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം വരെ തോന്നുന്നു നമ്മൾ സ്വതന്ത്രമായിട്ടുള്ള വ്യക്തികളാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതുപോലെ തന്നെ എൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെപ്പോലെയുള്ള ഐഡിയോളജി പിന്തുടരുന്ന എൻ്റെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഇവർക്കൊന്നും ഈ മതത്തെയോ ജാതിയോ അല്ലെങ്കിൽ വിശ്വാസത്തെയോ ഇതിനെയൊന്നും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടോ നിരാകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ തന്നെ വിശ്വാസികളൊക്കെ ആയിരിക്കും. ഈ പ്രഷറിനെ അതിജീവിക്കാൻ വേണ്ടി ശേഷി ഇല്ലയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വതന്ത്രമായിട്ടുള്ള വ്യക്തികളാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം.
സ്വതന്ത്രമായിട്ടുള്ള വ്യക്തികളാകുക എന്നുള്ളതിന് ഒന്നൊരു ഭാഗ്യത്തിൻ്റെ കണിക അതിനകത്തുണ്ട്. അത് ഉണ്ട്. രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ് എന്ന് എൻ്റെ വ്യൂസാണ് പറയുന്നത്. ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും. അതിനാദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മാതാപിതാക്കളുടെ നമ്മളെങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരിക്കലും ഒരു വിശ്വാസിയാകണമെന്നോ ഒരു വിശ്വാസിയാകരുതെന്നോ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അമ്മ ഒരു വിശ്വാസിയാണ്, അച്ഛൻ വിശ്വാസിയല്ല, ഒരു കടുത്ത നിരീശ്വരവാദിയാണ്, സംഘടനാ പ്രവർത്തനം യുക്തിവാദി സംഘത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുമാണ്. അമ്മ അത്യാവശ്യം വിശ്വാസിയായിരുന്നതാണ്. ഇപ്പോൾ വലിയ വിശ്വാസമില്ലെങ്കിലും എൻ്റെ ഞാൻ കുട്ടിക്കാലത്തൊക്കെ അത്യാവശ്യം അമ്മമ്മയും എല്ലാവരും വിശ്വാസികളായിരുന്നു. പക്ഷേ ഇവരാരും തന്നെ ഞാനൊരു വിശ്വാസിയാകണമെന്നോ അച്ഛൻ ഒരിക്കലും എന്നോടൊരു വിശ്വാസിയാകരുത് എന്നോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ജീവിച്ച് പോകുക എന്നുള്ള രീതിയിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ മോൾഡ് ചെയ്തെടുത്തതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫലം കൂടിയാണ് എനിക്ക് ഇന്നിവിടെ ഇരിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എനിക്ക് സ്വയം ഉണ്ടെന്ന് കരുതുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഉള്ള കാര്യമാണ്. ഇതിനെതിരെ വരുന്ന പ്രതിബന്ധങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നമ്മുടെ മനസ്സിൽ നമുക്കൊരു നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയോളജി അത് കറക്റ്റാണെന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ നമുക്ക് പ്രശ്നമില്ലാതെ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞാൽ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ പ്രഷർ താങ്ങാൻ പറ്റാത്ത അവസാനം ജാതകം നോക്കി അവസാനം തീയതി കുറിച്ച് അല്ലെങ്കിൽ മറ്റ് മതപ്രകാരമുള്ള ആചാരങ്ങളിലേക്ക് നമുക്കതിൽ വീണു പോയി നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ജീവിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വീണു പോകും. അത് ഈ ഇടയ്ക്ക് തന്നെ മറ്റൊരു വ്യക്തിയുടെ ഒരു വിവാഹം ഒരു സജീവമായി യുക്തിവാദ പ്രചരണം നടത്തിയിരുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ വിവാഹം കഴിക്കേണ്ടി വന്നതും അത് വിവാഹം കഴിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, അല്ലെങ്കിൽ ആ ആൾക്കാർ അതിന് വിധേയപ്പെടുന്നതുമാകാം. അപ്പോൾ അവർ ഈ വിമർശിക്കുന്നതിൽ വലിയ കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കാതെ വരിക ഒന്നാമത്തെ ഫാക്ടർ, രണ്ടാമത്തെ ഫാക്ടർ അയാളുടെ പേഴ്സണൽ ചോയ്സുമാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ കുറേ സ്കിപ്പ് ചെയ്ത് പോകുന്നു എന്നാണ് എൻ്റെ അനിയത്തെയൊക്കെ പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ റെക്കോർഡർ കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു കാര്യം കംപ്ലീറ്റ് ആക്കാതെ ചാടി പോകുന്നു എന്നാണ് എപ്പോഴും പറയുന്നത്. ഞാനൊന്ന് സ്റ്റോ ചെയ്ത് പറയാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടാകും. അതായത് ഇപ്പോൾ എനിക്ക് മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളൊന്നും വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ. ബന്ധുക്കളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അത് ഒരു ഷോക്ക് അബ്സോർബറായിട്ട് പ്രവർത്തിച്ചിരുന്ന എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. ആ പ്രഷർ ഫുൾ അവർ ഹാൻഡിൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് അവരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഹാൻഡിൽ ചെയ്യും, അതിന് ഞാൻ പ്രാപ്തനാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു വിഷയം ഇതിനകത്ത് ഉണ്ടായത് എനിക്ക് പറയേണ്ടി വരുന്നൊരു കാര്യം നമ്മുടെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായൊരു വിഷയമാണ്. അപ്പോൾ ഞാനും ഐശ്വര്യയും കൂടി നമുക്ക് ഇതിനൊരു രജിസ്റ്റർ മാരേജിന് വേണ്ടിയിട്ട് നമുക്ക് ഗസറ്റഡ് ഓഫീസറിൻ്റെ ഒരു സിഗ്നേച്ചർ വേണം. നമ്മുടെ ഫോട്ടോ സാക്ഷ്യപ്പെടുത്തി ഒരു സിഗ്നേച്ചറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഏറ്റവും റിലയബിളായിട്ടുള്ള ആൾ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്ന നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ എങ്കിൽ നമുക്ക് അവിടെ അത്യാവശ്യം അവിടെ CI എന്നുള്ളൊരു പോസ്റ്റിലുള്ള ആളുണ്ടാവും. അപ്പോൾ പുള്ളിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു അവഗാഹം ഉണ്ടാകും. അപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാകുമെന്നാണ് കരുതിയത്. പക്ഷേ നേരെ പോകുമ്പോഴത്തേക്കും പുള്ളി നമ്മളോട് ചോദിച്ചത്, നിങ്ങളെപ്പോലെ സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരെ നിൽക്കുന്നവർ കുറച്ച് ഓടേണ്ടത് നല്ലതാണ്, അതുകൊണ്ട് നിങ്ങൾ ഓടിക്കോ, ഞാൻ ഒപ്പിട്ട് തരത്തില്ല എന്നാണ് പറഞ്ഞത്. CI ആണ്, CI കായംകുളം ഇരുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇതിനെതിരെ ഞാൻ ഉടൻ തന്നെ DGPക്ക് പരാതി കൊടുത്തു. സ്വാഭാവികമായും ഒരു അന്വേഷണം ഉണ്ടായി. നാം പ്രതീക്ഷ പോലെ തന്നെ അതിന് വേറെ ആക്ഷൻ ഉണ്ടായിട്ടുമില്ല. അതുണ്ടാവില്ലെന്ന് എനിക്കറിയാം. സ്വാഭാവികമായിട്ടും അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികം അതിന് വേറെ ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ബോധ്യപ്പെടുത്തണമായിരുന്നു. ഞാനത് കേട്ടിട്ട് മിണ്ടാതെ പോയിട്ടില്ല. DGPക്ക് പരാതി കൊടുത്തു എന്ന് പുള്ളിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു പരാതി മെയിൽ അയക്കുകയാണ് ചെയ്തത്. അതിനുവേണ്ടി ഫോളോ അപ്പ് ചെയ്യാം, പക്ഷേ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ എൻ്റെ സമയം, എൻ്റെ പണം, ഇതെല്ലാം ഞാൻ ചിലവഴിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടും അതിന് ചിലവഴിക്കാൻ എൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടും ഞാൻ അതിനായി പോയിട്ടില്ല. ആ പെറ്റീഷൻ ഇപ്പോഴും ഉണ്ട്. അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇവിടെ PSQയിലാണ്, പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് എൻ്റെ അന്വേഷണ ചുമതല കൊടുത്തത്. അപ്പോൾ അതിന് ശേഷം 1-2 പ്രാവശ്യം എന്നെ കോൾ ചെയ്തല്ലാതെ അതിന് വേറെ ഫോളോ അപ്പ് ഒന്നും അതിനകത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പ്രതിബന്ധങ്ങളൊക്കെ കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മളെ ജസ്റ്റ് നമ്മളൊരു മോറലി കറക്റ്റല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പലരും ശ്രമിക്കും. അതിൽ വീണു പോകാതെ നമ്മുടെ മൊറാലിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ സ്വയം പ്രാപ്തരാകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം.
പിന്നീട് ഇതിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി സംസാരിക്കാം. പിന്നെ ഇതിലേക്ക് വന്ന കാര്യം കൂടി പറയാം. ഞാൻ ചെറുതിലോട്ട് തന്നെ അത്യാവശ്യം ഒരു വിശ്വാസി എന്നുള്ള രീതിയിലൊരു പോയിട്ടില്ല. ഒരിക്കലും ഒരു വിശ്വാസിയോ അല്ലെങ്കിൽ ഒരു മതപരമായിട്ടോ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഈ നിരീശ്വരവാദത്തിലേക്ക് വരുന്നത് ഒരു 22 ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് അതിലേക്ക് വരുന്നത്. ഈ പറഞ്ഞ പല ആൾക്കാരും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഒരു വിവാഹം എന്ന് പറയുന്നത് എനിക്കൊരു വിവാഹ ജീവിതം, ഒരു മതപരമായ വിവാഹ ജീവിതം എനിക്കൊരിക്കലും സാധ്യമായിരുന്ന ഒന്നല്ല. അങ്ങനെ തന്നെ പിന്നെ സെക്കുലർ മാട്രിമോണി എന്നുള്ളൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ മനു എന്ന് പറഞ്ഞ ആൾ ഇനിഷ്യേറ്റീവ് ഇവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സൈറ്റ് വഴി അതിൽ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അതിൽ ഞാനും ഈ പറഞ്ഞ പോലെ അതിൽ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യും, ആ ഒരു കമ്മ്യൂണിറ്റിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് വന്ന് കണ്ടതും ഞങ്ങൾ പരിചയപ്പെടുന്നതും. അവർ 1.5 വർഷത്തെ പരിചയത്തിന് ശേഷം ഞങ്ങൾ ആദ്യം തീരുമാനമെടുത്തായിരുന്നു. പെട്ടെന്നൊരു ചാടിക്കയറി തീരുമാനം എടുക്കേണ്ട. 1.5 വർഷം പരസ്പരം നന്നായി അറിഞ്ഞതിന് ശേഷം സംസാരിക്കുകയും എല്ലാം കഴിഞ്ഞ ശേഷം 1.5 വർഷത്തിന് ശേഷം മാത്രം വിവാഹം മതി എന്ന് തീരുമാനിച്ചിരുന്നു. അതിന് ശേഷവും ആണ് ഈ മെയ്യിലാണ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞത്. ഐശ്വര്യ പറയാനുള്ളത് ആലപ്പുഴയാണ്. അതിൻ്റെ വീടിൻ്റെ ഒക്കെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട്ടിലെ പേരൻസിൻ്റെ സ്വഭാവം. ഭയങ്കര വിശ്വാസികളാണ്. അപ്പോൾ ഈ രജിസ്റ്റർ മാരേജ്, സെക്കുലർ മാട്രിമോണി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒട്ടും മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് സമയമൊക്കെ എടുത്ത്. പിന്നെ അഭിനും ഒരു ഭയങ്കര സപ്പോർട്ട് ചെയ്ത് എന്നെ അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കാനൊക്കെ. പിന്നെ എൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ യുക്തിവാദി എന്ന് പറയാനൊന്നും പറ്റില്ല, എങ്കിലും ക്ഷേത്രത്തിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. പക്ഷേ എൻ്റെ പേരൻസ് ഭയങ്കര നിർബന്ധമൊക്കെ ആയിരിക്കും ക്ഷേത്രത്തിൽ പോകാനും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അവരുമായിട്ട് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് അഭിനയമായിട്ടുള്ള പ്രപ്പോസൽ വന്നത്. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം 6 months ആയി മാരേജ് കഴിഞ്ഞിട്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് സ്റ്റേജിലൊന്നും സംസാരിച്ചങ്ങനെ പരിചയമില്ല, അതുകൊണ്ട് താങ്ക് യു. ഇനി നമുക്ക് ഈ സെഷൻ ഒരുപാട് ദീർഘിപ്പിക്കാൻ സാധ്യമല്ല, സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പം സദസ്സിലുള്ള ആളുകൾക്ക് ഓരോരുത്തരോടും പേഴ്സണൽ ലെവലിൽ ചോദിക്കാം. കപ്പിൾ എന്നുള്ള നിലയിലല്ല, പേഴ്സണൽ ലെവലിൽ ചോദിക്കാം, കപ്പിൾ എന്ന നിലയിലും ചോദിക്കാം. അങ്ങനെ അത്തരങ്ങൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് പെട്ടെന്ന് ഇത് വൈൻഡപ്പ് ചെയ്യാൻ ആവശ്യമുള്ളതുകൊണ്ടാണ്. എനിക്ക് വലിയ സന്തോഷമാണ് ഇവരെ കാണുമ്പോൾ. അതായത് മനു എന്നെ വിളിച്ചിരുന്നു. മനു മനുഷ്യജാതി എന്നാണ് ഫേസ്ബുക്കിലൊക്കെ കാണുന്നത്. മനു നടത്തുന്ന ഒരു വലിയൊരു പ്രവർത്തനമുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതായത് സെക്യുലർ മാട്രിമോണി എന്നൊരു സൈറ്റ് ഉണ്ടാവുകയും അതിൽ വഴി ഏകദേശം ഇപ്പം തന്നെ ഒരു 10,000-ഓളം ആയുള്ള ആൾക്കാരെ അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 1000 അല്ല, അതിൽ വിവാഹങ്ങൾ മാത്രമാണ് 1000 തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതിൽ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ 10,000-ത്തിലപ്പുറം മെമ്പേഴ്സ് ഒന്നും ഉണ്ട് അതിനകത്ത്. അത്ര ഒരു വലിയ ഇനിഷ്യേറ്റീവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, അത് വലിയൊരു പ്രവർത്തനമാണ്, ഈ സമൂഹത്തിൽ നടത്തുന്ന വലിയൊരു പ്രവർത്തനമാണ്. അപ്പം ഞാൻ ഈ പോസ്റ്റ് ഇട്ടപ്പം തന്നെ ഈ ഐശ്വര്യ വന്നത് സെക്യുലർ മാട്രിമോണി വഴിയാണെന്ന് പറയുകയും മനു എന്നെ വിളിച്ചിരുന്നു. അതൊരു സന്തോഷം പങ്കുവയ്ക്കുന്നു. രണ്ട്, ഈ അഭിൻ അശോകിൻ്റെ വിവാഹ ക്ഷണക്കത്ത് എനിക്ക് വലിയ കൗതുകമായിരുന്നു. നമ്മുടെ ഈ സമൂഹത്തിലെ മൊത്തം പിന്നോട്ട് നയിക്കുന്നത് വിവാഹ കമ്പോളമാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരുമിച്ച് ആൾക്കാർ കൂടുന്ന ഏറ്റവും വലിയ കൂട്ടമെന്നത് വിവാഹമാണ്. അപ്പോൾ അവിടെ ചെലവഴിക്കുന്ന പണത്തിൻ്റെയും ദൂരത്തിൻ്റെയും ആൾ നമ്മുടെ സമൂഹത്തിൽ പിന്നോട്ട് വയ്ക്കുന്നത്. അവൻ കത്തിൽ വിവാഹം അറിയിപ്പാണ്, ആരെയും ക്ഷണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ സന്തോഷം. അത്തരം അത് വളരെ പുരോഗമനപരമായ അതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് അഭിനന്ദിക്കുന്ന അവയ്ക്ക് രണ്ടുപേരും എനിക്ക് അറിയാവുന്നതാണ്. അല്ല, അതിലൊരു കറക്ഷനുണ്ട്. അത് എൻ്റെ പേഴ്സണൽ ചോയ്സ് മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വിവാഹം ലളിതമായി മതി എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് എൻ്റെ ആകെ ഒരു വരുമാനം അല്ലെങ്കിൽ എൻ്റെ സ്വത്ത്, അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാത്രമേ എൻ്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുള്ളൂ എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ വിവാഹം കഴിക്കുന്നുള്ളൂ, ഒരു രജിസ്റ്റർ മാരേജിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം വിവാഹം നല്ല രീതിയിൽ നടത്തണമെന്നുണ്ടെങ്കിൽ കുറേ ഗ്യാതറിങ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു സാമ്പത്തികമായൊരു എക്കണോമിയിൽ ക്യാഷിൻ്റെ ഫ്ലോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മണി സർക്കുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ക്യാഷ് ഉള്ളവർ അത് ചിലവഴിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എൻ്റെ സിമ്പിളായിട്ട് മതി എന്നുള്ള എൻ്റെ പേഴ്സണൽ ചോയ്സും, രണ്ട്, എൻ്റെ വിവാഹത്തിന് എൻ്റെ വരുമാനത്തിൻ്റെ
അല്ലെങ്കിൽ എൻ്റെ ആകെയുള്ള സ്വത്തിൻ്റെ നിശ്ചിത ചെറിയൊരു ശതമാനം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചില വിവാഹങ്ങൾ കണ്ടു, ഇപ്പോൾ അംബാനിയുടെയോ മകൻ്റെയോ ഒരു കണ്ടു. അപ്പോൾ അത് ആൾക്കാർ പറഞ്ഞ വളരെ ആർഭാടമായിട്ടുള്ള വിവാഹം എന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും പുള്ളിയുടെ ഒരു വരുമാനത്തിൻ്റെ ഒരു 1-2% മാത്രമേ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ കാണേണ്ട കാര്യമുണ്ട്. പക്ഷേ എൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ അവരൊക്കെ കല്യാണം കഴിക്കുന്നതോ കല്യാണം നടത്തി കൊടുക്കുന്നതോ ഒക്കെ അവരവരുടെ സ്വത്തിൻ്റെ 10 ഇരട്ടി ലോണെടുത്തും കടമെടുത്തും ഒക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ധൂർത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ ക്യാഷ് ഉള്ള ആൾക്കാർ വിവാഹം കുറച്ചുകൂടെ ആർഭാടമായി നടത്തുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല എന്നും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ചോദിക്കാനുള്ളത്, രേണുക ചേച്ചിയും പ്രഭ ചേച്ചിയും അറിയാം. പ്രദീപേട്ടനെയും രേണുക ചേച്ചിയൊക്കെ വർഷങ്ങളായിട്ട് അറിയുന്നവരാണ്. അവരൊഴുക്കിനെതിരെ നീന്തുന്നവരാണെങ്കിലും അവർക്ക് ഫിനാൻഷ്യലി ഏബിൾ ആയതുകൊണ്ട് അവർക്ക് അത്ര പ്രശ്നമുണ്ടാവുന്നില്ല. ഇപ്പോൾ പ്രദീപേട്ടൻ്റെ അമ്മ മരിച്ചപ്പോൾ പോയപ്പോഴാണെങ്കിലും ഞങ്ങൾ അവിടുത്തെ സഹകരണവും കാര്യങ്ങളും മനസ്സിലാക്കിയതാണ്. അപ്പോൾ പിന്നെ പ്രഭ ചേച്ചിയും പ്രസന്ന രാജു സാറിനോടും അവരെയും അറിയുന്നതാണ്. എനിക്ക് പുതിയ യുവ തലമുറയോടാണ് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇൻ്റർ കാസ്റ്റ് മാരേജ് ആണോ? പിന്നെ ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ വിവാഹം കഴിച്ചു വന്ന വ്യക്തിയാണ്. സംഘടന കേരള യുക്തിവാദി സംഘം മുഖാന്തരം ഒന്നായി തീർന്ന വ്യക്തികളാണ് ഞങ്ങൾ. എൻ്റെ വീട് സെക്യുലർ ആയിരിക്കുകയും എൻ്റെ ജീവിത പങ്കാളി വിശ്വാസത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വീട്ടിലേക്കാണ് വീട്ടകങ്ങളിലേക്കാണ് ഞാൻ വന്നത്. പരിഷത്തിൻ്റെ പരിപാടിക്ക് പോകാൻ പാടില്ല, സ്ത്രീ ഉറക്കെ ചിരിക്കാൻ പാടില്ല, കാലാട്ടാൻ പാടില്ല, ഒരുപാട് നിബന്ധനകൾ, ഡ്രസ്സിൻ്റെ കാര്യം, അങ്ങനെ എനിക്ക് ഒന്നിലും അരുത് എന്ന് പറയാത്ത വീട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് അഴുതുകളിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരുപാട് ജീവിതം സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സംഘടന കേരള യുക്തിവാദി സംഘം എന്ന് പറഞ്ഞ പ്രദീപേട്ടൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ സ്വന്തം ആൾക്കാർ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം മാനസികമായ സപ്പോർട്ട് വളരെ വലുത് തന്നെയാണ്. അപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളും അതേപോലെ വിശ്വാസിയായ ഒരു കുടുംബത്തിലേക്ക് വരുന്ന പ്രത്യേകതകളുണ്ട്. ഒഴുക്കിനെതിരെ നീന്തുന്നവരാവുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. കുട്ടികളുണ്ടാവുമ്പോൾ അതിൻ്റെ വിഷയങ്ങൾ. എനിക്ക് ചോദിക്കേണ്ടത് ഐശ്വര്യല്ലേ? ശരിയെന്നാണ്. സ്റ്റേജിൽ സംസാരിച്ചല്ലേ പരിചയമില്ല. അല്ല, അത് തെറ്റല്ല. എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഇടങ്ങളില്ല. സ്ത്രീകൾക്ക് ഇടങ്ങൾ ഇപ്പോൾ പങ്കാളിയായിട്ട് നിങ്ങളെ കല്യാണം കഴിച്ച ശേഷമായിരിക്കും അവർക്ക് ഇത്തിരിയെങ്കിലും സംസാരിക്കാനോ ഒന്ന് ചർച്ച ചെയ്യാനോ വേദി കിട്ടുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ സെക്യുലർ കുടുംബത്തിൽ ജീവിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് തുറന്ന് പെൺകുട്ടിയായിട്ട് വളർത്തിയിട്ടേ ഇല്ല. എനിക്കൊരു ചേട്ടനാണുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് വളർത്തിയത്. അതുകൊണ്ടാണ് ഇടങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള വേദികൾ വരുമ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള ധൈര്യം നമുക്ക് ആർജിച്ചത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു മകനാണുള്ളത്. ഇതുപോലെ തന്നെ അവൻ വിശ്വാസിയാകാനും അവിശ്വാസിയാവാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ഞങ്ങൾ വളർത്തിയത്. വന്നു കഴിയുമ്പോൾ ബന്ധുക്കൾക്കിടയിലേക്ക് പോകുമ്പോൾ ഞാൻ OEC അല്ലേ, നമ്മൾ OEC അല്ലേ, നമുക്ക് സംവരണം കിട്ടൂലേ, ഞാൻ OECയിലേക്ക് ആക്കാൻ പറയുന്നു പങ്കാളിയുടെ പെങ്ങള്. അപ്പോൾ നമുക്കെന്താ ആക്കിക്കൂടെ എന്നൊക്കെ മകൻ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, നീ മിടുക്കനാണ്, നീ പഠിച്ചു നേടുക, 18 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്നാണ് പറയുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. ഞാൻ ഐശ്വര്യയോട് പറഞ്ഞത് ഇതുപോലത്തെ ഒരു വിവാഹം കഴിച്ച് ആലപ്പുഴ ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ അനുഭവങ്ങളാണ് നേരിട്ടത്. അതിനെ ഒഴുക്കിനെതിരെ നീന്തുന്നതാകുമ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ഒരുപാട് വിഷയങ്ങളുണ്ടാവും. ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. എന്ത് കാര്യത്തിനും നമ്മളെപ്പോലുള്ള ആൾക്കാരെ സമീപിക്കാം. കാരണം അനുഭവ തലങ്ങളുള്ളത്. അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാമെന്ന് വരുന്നു. ഇൻ്റർകാസ്റ്റ് മാരേജ് ആണോ അല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഞാനായാലും ഐശ്വര്യയായാലും മതരഹിതരാണ്. അപ്പോൾ മതരഹിതർക്ക് ഒരിക്കലും മതമോ ജാതിയോ ഉണ്ടാകില്ല എന്നും അത് ഇൻ്റർകാസ്റ്റ് അല്ല മതരഹിതമായ വിവാഹമായിരുന്നു എന്നുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇപ്പോൾ ഈ നേരത്തെയും നമ്മൾ ടോക്കണ കേട്ടു, എന്നാലും ഒരു ജാതി ഉണ്ടാകുമല്ലോ, എന്നാലും ഒരു മതം ഉണ്ടാകുമല്ലോ എന്ന് ചോദിക്കുന്ന വ്യക്തികൾ ഒരുപാടുണ്ടാകും. അപ്പോൾ അതിന് ജാതിയും മതവും ഇല്ല എന്ന് ബോൾഡായി പറയാൻ നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. ജാതി മതരഹിത സമൂഹമാണ്.
ജാതി സൗഹാർദ്ദം അല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്ന് പറയുന്ന കാര്യം കപടമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് പോകുന്ന കാര്യമാണ്. അപ്പോൾ മതരഹിതമായി തന്നെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഞങ്ങൾക്ക് മതമില്ല എന്ന് കൃത്യമായി മറുപടി പറയാനുള്ള ആർജവം കൂടി ഉണ്ടാക്കിയെടുക്കുക എന്ന് ഉള്ളത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമതൊരു ചോദ്യം ചോദിച്ചാൽ പറഞ്ഞു, വേറെ ഒന്നും കൂടി ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് പിന്നെ ഐശ്വര്യത്തിൽ പറയാനുണ്ടാവില്ലേ? തീരുമാനത്തിലേക്ക് വന്നത് ആദ്യമേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നു. പിന്നെ പണ്ടുതൊട്ടേ ഞാൻ പറയായിരുന്നു രജിസ്റ്റർ മാരേജ് ആയിരുന്നു വേണ്ടത്, അങ്ങനെ പറയുമായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഒന്നും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ഈ പരിചയപ്പെട്ട സമയം തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രജിസ്റ്റർ മാരേജ് വേണ്ടത്. ഇപ്പം സെക്കിൾ മാട്രിമോണി വഴിയാണ് പരിചയപ്പെട്ടത്. അത് ഇങ്ങനെ മതമില്ല ജാതിയൊന്നും നോക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ടൈം എടുത്തു. പിന്നെ അഭിനവ് സംസാരിച്ചു, ഇങ്ങനൊരു മാരേജാണ് താല്പര്യം എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ സാധാരണ മാരേജും ഇതുമായിട്ടുള്ള വ്യത്യാസം അതവർക്ക് ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കസിൻസിനും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ബോധ്യപ്പെടുത്തി. തിരുവനന്തപുരത്ത് വന്നപ്പം എൻ്റെ വീട്ടുകാരൊക്കെ ഓപ്പോസിറ്റ് ഒരു വീട്ടുകാരായിരുന്നു, വിശ്വാസമൊന്നും ഇല്ലാത്ത അങ്ങനെ ഒരു വീട്ടുകാരായിരുന്നു. അപ്പം നമുക്ക് അതിനുള്ള ഒരു ആ ബുദ്ധിമുട്ടുണ്ടായി മാറി. ഇപ്പോൾ വീട്ടിൽ പേരൻസ് ആയാലും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത്രയും ദൂരെ നിന്ന് ഇവിടെ വന്ന ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. താങ്ക് യു. ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. മുതിർന്ന യുക്തിവാദ പ്രവർത്തകരാണ്, പലതും പഠിക്കാനുണ്ടാവും. അതുപോലെ പുതുതലമുറയുണ്ട്. ദീർഘകാലം യുക്തിവാദ രംഗത്ത് പ്രവർത്തിച്ച് അനുഭവ സമ്പത്തുള്ള 4 വ്യക്തികൾ ഇവിടെയുണ്ട്. ഒന്ന് പ്രദീപേട്ടനും രേണുക ടീച്ചറും അതുപോലെ തന്നെ കല്ലൂർ പ്രസന്നരാജും പ്രഭ ചേച്ചിയും. പുതിയ തലമുറയോട് കൊടുക്കാനുള്ള ഒരു സന്ദേശം ചുരുക്കി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അതായത് മതേതര ജാതിരഹിത മതരഹിത വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയ്ക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? പുതിയ തലമുറ ഇപ്പോൾ പഴയതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളവർ വിവാഹം കഴിക്കാൻ അവർക്ക് കഴിവുണ്ട്. അവരെ ആൾക്കാരും ബന്ധുക്കളും അതിനെ സഹായിക്കുകയല്ലേ. ഇപ്പോൾ ഇവിടെ വിവാഹം നടക്കുന്ന പകുതിയും മതേതരം എന്ന് പറഞ്ഞു ഇവിടെ ഇൻ്റർകാസ്റ്റാണ്. മതേതരം ആകണമെങ്കിൽ അവർ യുക്തിവാദികളൊക്കെ ആയി വരേണ്ടി വരും. അതിനുള്ള സാധ്യത കുറവാണ്. എങ്കിലും കുറെയെങ്കിലും ഈ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കിനി പ്രത്യേകിച്ചൊരു ഉപദേശത്തിൻ്റെ കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ വളരെ ഓപ്പണാണ്, പൊതുവെ പ്രശ്നരഹിതമാണ് വിവാഹം. അത് മിശ്രവിവാഹമാവാം, ആദർശ വിവാഹമാവാം, യുക്തിവാദ വിവാഹമാവാം, എല്ലാം. പക്ഷേ ഇതിനകത്ത് ഈ നേരത്തെ ഇപ്പോൾ പ്രസന്നരാജ് സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് എത്ര ശതമാനം നമ്മൾ കാക്ഷിക്കുന്ന രീതിയിലുള്ളൊരു സമൂഹ സൃഷ്ടിക്കായുള്ള വിവാഹം, അത് എത്ര ശതമാനം നടപ്പാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയം ഇപ്പോഴുമുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ആശയങ്ങളെ ഡൈല്യൂട്ട് ചെയ്ത് വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തി, ഞാനത് വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല, നമ്മുടെ ആളുകളുടെ വീര്യത്തെ കെടുത്തുന്ന നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ യുക്തിവാദ നിരീശ്വരവാദ രംഗത്തേക്ക് ശരിക്ക് കടന്നു വരുന്ന യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന ചില ശക്തികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട്. ഞാനും ഖാനുമായിട്ടിപ്പോൾ സംസാരിച്ച് നിർത്തിയതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പോലുള്ള സംഘടനകൾ, നമ്മളൊരു ഈ പറഞ്ഞതുപോലെ വളരെ പഴക്കമുള്ള MC ജോസഫും സഹോദരൻ അയ്യപ്പനും കുറ്റിപ്പുഴയും പവനും ഇടമറകും ഒക്കെ പ്രവർത്തിച്ച വന്ന ഒരു പാരമ്പര്യം, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സമീപനം ഇപ്പോൾ ഈ അടുത്ത കുറച്ച് കാലങ്ങളിലായി കാണുന്നു.
സമരോത്സുകത നഷ്ടപ്പെടുന്നു, ഹാളുകളിൽ ഒതുങ്ങുന്നു. നമ്മളിവിടെ ഇന്നിപ്പോൾ വളരെ നല്ലൊരു സമ്മേളനം, അത് എത്ര ഇവരെ സംഘാടകരെ പ്രശംസിച്ചാലും മനസ്സിലായി. രാവിലെ തൊട്ട് ഇത്രയും സമയം യുക്തിവാദം എന്ന് പറയുന്ന ഈ വരട്ട് സബ്ജക്റ്റാണ്, അതിലൊരു സംശയമൊന്നുമില്ല. അത് കേട്ട് ഇത്രയും ആളുകൾ ഇവിടെ സംഘടിപ്പിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എഫർട്ട് തീർച്ചയായും വലുതാണ്. അതിനെ അവരെ അനുമോദിക്കുന്നു. ഒപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഹാളിനകത്ത് ഒതുങ്ങുന്നു നമ്മുടെ പുതിയ തലമുറ. അതിനപ്പുറത്തേക്കൊരു ലോകമുണ്ട്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ. അതൊക്കെ മനസ്സിലാക്കുവാനും അവിടെ പ്രതികരിക്കാനും ഒക്കെ കഴിയുന്ന നിലയിൽ ഒരു സമരോത്സുക യുക്തിവാദത്തിൻ്റെ ഒരു ആവശ്യകത, അതാണ് കേരള യുക്തിവാദി സംഘവുമായാലും അതുപോലുള്ള സംഘങ്ങളായാലും പ്രവർത്തിക്കുന്നത്. അത്തരം സംഘങ്ങൾ കൂടി കൂടുതൽ സമരോത്സുകമായി പൊതുരംഗത്ത് ഇറങ്ങിക്കൊണ്ട് നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാതെ നമ്മൾ ഒരു യുക്തിവാദവും ക്ലാസ് റൂമിനകത്തുള്ള ചർച്ചയ്ക്കുള്ളിൽ ഒതുക്കരുത്. അതിനപ്പുറത്തേക്ക് എത്താൻ വേണ്ടി നമുക്ക് കഴിയണം. നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ ശുദ്ധമാക്കിക്കൊണ്ട് ആദർശപരമായ ജീവിതം നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും ഈ ആശയങ്ങൾ കൂടുതൽ ശക്തമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഇതിന് ഈ സദാചാരത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ സാമൂഹ്യ ജീവിതം. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിനെ നിയന്ത്രിക്കുന്ന 90% സദാചാരമാണ്. എന്നാൽ അതിനകത്ത് ഡൈനാമിക്സും ഉണ്ട്, അത് വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഓരോ 10 വർഷം, ഓരോ ദശകത്തിനും നമ്മുടെ സദാചാര മൂല്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ചെറിയൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഈ ലേഡീസിൻ്റെ ഡ്രസ്സിങ് വളരെയധികം ഡ്രസ്സിങ് സ്റ്റൈലിൽ മാറിയിട്ടുണ്ട്. വളരെ പൊതിഞ്ഞുള്ള വസ്ത്രധാരണത്തിൽ നിന്ന് വളരെയധികം ഓപ്പൺ ആയിട്ടുള്ള വളരെ തൻ്റെ ഇടത്തോടെ നടക്കുന്ന ഇത്ര സ്ത്രീകളാണ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരു 5-10 വർഷം മുമ്പ് ചിന്തിക്കാൻ കൂടി കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മളുടെ സദാചാര ബോധം അല്ലെങ്കിൽ സമൂഹം ഇതിനെങ്ങനെ കാണുന്നു അതൊക്കെ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ മാറ്റങ്ങൾ ചലനാത്മകമായ മാറ്റങ്ങളായി മാറിയത് വളരെ റീസെൻ്റാണ്. കഴിഞ്ഞ ഒരു 20 വർഷം 30 വർഷം അതിനപ്പുറത്തേക്ക് പോകില്ല. നമ്മൾ ഒരു ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് മറ്റൊരു വ്യവസ്ഥയിലേക്ക് പോകാൻ ഫ്യൂഡൽ വ്യവസ്ഥ ആയിരക്കണക്കിന് വർഷമാണ് മനുഷ്യ സമൂഹത്തിൽ നിലനിന്നത്. ആയിരക്കണക്കിന് വർഷം നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥയാണ് ഫ്യൂഡൽ വ്യവസ്ഥ. എന്നാൽ അന്നത്തെ സദാചാരം 1000 വർഷം കണക്ക് അത്ര 1000 വർഷത്തോളം അന്നത്തെ സദാചാരവും നിലനിന്നിരുന്നു. എന്നാൽ ഈ വളരെ സാങ്കേതിക രംഗത്തുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ സദാചാര രീതികളെയും സാമൂഹിക ജീവിതത്തിനെയൊക്കെ വളരെയധികം മാറ്റം വരുത്തി. ഇപ്പോൾ മനുവിൻ്റെ മാട്രിമോണിയെ പറ്റി ഒരു കാര്യം പറഞ്ഞു. അത് വളരെയധികം മറ്റൊരു സവിശേഷമായിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഒരു ആപ്പുണ്ട്, ടിൻഡർ എന്ന് പറയും, പലരും കേട്ട് കാണും. ടിൻഡർ യൂറോപ്യൻ സാമൂഹ്യ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ആപ്പാണ് ടിൻഡർ. നിങ്ങൾക്കറിയാം, പാശ്ചാത്യർ അവർ പ്രണയിച്ചാണ് കല്യാണം കഴിക്കുന്നത്. ഡേറ്റിംഗ് കുറേ നാൾ ഡേറ്റിംഗ് കഴിഞ്ഞ ശേഷമാണ് അവർ കല്യാണം കഴിക്കുന്നത്. ഡേറ്റിംഗ് ഇല്ലാതെ ഒരു കല്യാണം അവർക്കില്ല, വിവാഹ ജീവിതം അവർക്കില്ല. ഡേറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ ഘടകമാണ് അവരുടെ ജീവിതത്തിലെ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ടിൻഡർ എന്നുള്ള ആപ്പ് ഈ ഡേറ്റിങ്ങിൻ്റെ രീതികളെ മാറ്റി. സാധാരണ ഡേറ്റിംഗ് എന്ന് വെച്ചാൽ പരിചയപ്പെടുന്ന ഒരു ഫിസിക്കൽ ഏരിയയിലുള്ള ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ഒരു ആൺകുട്ടിക്ക് അതേ ലൊക്കേഷനുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ടിൻഡർ എന്നുള്ള ആപ്പുകൾ വന്നപ്പോഴത്തേക്ക് അത് വളരെയധികം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പല സാമൂഹ്യ ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ വിഷയമാണിത്. ഈ ടിൻഡർ കണക്കുള്ള ആപ്പുകളെ യൂറോപ്യൻ സാമൂഹിക ജീവിതത്തിൽ എങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളത് വളരെയധികം ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. വളരെ പോപ്പുലറാണ് ടിൻഡർ ആപ്പ്, വളരെ പോപ്പുലറാണ്. യൂറോപ്യൻ സാമൂഹിക ജീവിതത്തിൽ തന്നെ അതിൻ്റെ പരിചയത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കാട്ടുന്നത്. ഈ 2 പുതിയ തലമുറയിലുള്ള ദമ്പതികളോട് നമുക്ക് കണ്ടത്. നമുക്കിപ്പം ഇനി ദീർഘിക്കാനൊന്നുമില്ല, ഈ സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക്